കഴിഞ്ഞ 10 വർഷങ്ങളായി പിറവും മാറ്റങ്ങളുടെ ഒരു വിപ്ലവ പരമ്പര തന്നെ അരങ്ങേറുന്നു. ഉണർവിന്റെ ഈ മാറ്റം തനിയെ ഉണ്ടായതല്ല. അതിന് ചുക്കാൻ പിടിക്കുവാനും അഹോരാത്രം അതിനായി പ്രവർത്തിക്കുവാനും മുൻപിലൊരാൾ വേണം. ആ ആളിലേക്കാണ് മാറ്റത്തിന്റെ ചൂണ്ടുവിരൽ നിൽക്കുന്നത്. സാബു കെ ജേക്കബ്. ഒരു ജനപ്രതിനിധി എന്താവണമെന്ന ചോദ്യത്തിന് പിറവം നൽകുന്ന ഒരേയൊരു ഉത്തരമേയുള്ളൂ: സാബു ജേക്കബ്, അഥവാ എല്ലാവരുടെയും സാബു ചേട്ടൻ. പിറവത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിറവത്തിന്റെ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യത്തെ നഗരസഭാ ചെയർമാനുമാകാൻ കഴിഞ്ഞതിൽ ആദ്യമായി ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. പിറവം പുഴയോട് ചേർന്ന് അതിമനോഹരമായ സമുച്ചയം പിറവത്തിന്റെ തിലകക്കുറിയായി അഭിമാനപൂർവ്വം നിൽക്കുന്നു. ISO 9002 ഓഫീസുകളും ടൗൺ ഹാളും സപ്ലൈകോയും വിശാലമായ പാർക്കിങ്ങും മാളിനെ മികവുറ്റതാക്കുന്നു. അപ്പോൾ പിറവത്ത് സ്വന്തമായി നഗരസഭയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഷെൽട്ടർ ഹോം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതിയായ പകൽ വീടടക്കമുള്ളത് തുടങ്ങുവാൻ കഴിയുന്ന 13ാം ഡിവിഷനിൽ പാറയിൽ പള്ളിക്കൂടത്തിൽ, പഴയ പഞ്ചായത്തിന്റെ കെട്ടിടമായിരുന്ന പാറയിൽ പള്ളിക്കൂടത്തിൽ അതിമനോഹരമായ പകൽ വീട് എന്ന കൺസെപ്റ്റോടുകൂടി ഷെൽട്ടർ ഹോം അതിന്റെ പണി പൂർത്തീകരിച്ചു. മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനവും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കണ്ണീറ്റുമലയിൽ നഗരസഭയ്ക്കുള്ള അന്നത്തെ പഞ്ചായത്തിനുള്ള സ്ഥലത്ത് മാലിന്യം കുഴിച്ചു മൂടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തി തെർമാക്സ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്ലാന്റ് പിറവത്ത് സ്ഥാപിക്കാനും അതിലൂടെ പിറവം പ്രദേശത്തുണ്ടാകുന്ന, പിറവം ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടാകുന്ന മാലിന്യം ദിവസവും കളക്ട് ചെയ്ത് അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക്, ഏകദേശം 1 ടൺ മാലിന്യം സംസ്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് പിറവത്തിന്റെ മാലിന്യമുക്ത പിറവം എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞത്. കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഹരിത നഗരമായി പിറവത്തെയും പ്രഖ്യാപിച്ചു. ഹരിത നഗരമായി പിറവം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പിറവ നിവാസികളും പിറവത്തൂടെ കടന്നു പോകുന്നവർക്കും കാണാൻ കഴിയും എത്ര മനോഹരമായി പിറവം മാലിന്യം കൂട്ടിയിടാത്ത ഒരു സ്ഥലമായി, ഒരു പട്ടണമായി, ഒരു നഗരമായി പിറവത്തെ മാറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ ഉയരാൻ കഴിയുമെന്ന ചിന്തകളാണ് പിറവത്തെ മാറ്റത്തിന്റെ മറ്റൊരു മുഖം നൽകിയത്. പ്രകൃതിയെ ഉപദ്രവിക്കാതെ, ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്താതെ തന്നെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞു എന്നതാണ് പിറവത്തെ മനോഹരമായ തൂക്കുപാലങ്ങൾ.